വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂൻ ഓഫ് ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ട്, ഒരു ട്രിക്കായിട്ടാണ്. ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ട്രിക്കാണ്. അതായത് വരയ്ക്കാൻ അറിയാത്ത, അതായത് നമ്മുടെ ക്ലാസ് കാണുന്ന അതിൽ വരയ്ക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രം നമ്മളുടെ ഈ ഒരു മീൻസ് ക്ലാസ് സ്കിപ്പ് ചെയ്യണ ഒരുപാട് പേരുണ്ടാവും. പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ വരയ്ക്കാൻ അറിയില്ല എന്ന ആ ഒരു മൈൻഡ് കൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ആ ഒരു ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്. ഇതൊരു കുഞ്ഞു ക്ലാസ്സാണ്. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട, ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് തരം ഡിസൈൻ വേണമെങ്കിലും, എത്ര വലിയ ഡിസൈൻ ആയിക്കോട്ടെ, എത്ര കുഞ്ഞു ഡിസൈൻ ആയാലും നിങ്ങൾക്കത് നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വരച്ച് ഒരു പേപ്പറിലോട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഫോണിൽ നിന്ന് തന്നെ, ഫോണിൻ്റെ സ്ക്രീനിൽ വെച്ച് തന്നെ നമുക്ക് ആ ഒരു പേപ്പറിലോട്ട്, ബട്ടർ പേപ്പറിലോട്ടോ സാധാ A4 ഷീറ്റിലോട്ടോ അല്ലെങ്കിൽ ഏത് തരം പേപ്പറിൽ വേണമെങ്കിലും, നമുക്ക് ഏത് തരം എന്നല്ല, നമുക്കത് വിസിബിൾ ആയിരിക്കണം. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് നമുക്ക് ആ ഒരു പേപ്പറിലോട്ട് അത് വിസിബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ A4 ഷീറ്റോ ലോക്കലായിട്ടുള്ള A4 ഷീറ്റുകൾ കിട്ടും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒരു 2 മീറ്റർ 3 മീറ്റർ വാങ്ങി വയ്ക്കുക. അതിലോട്ട് വരച്ചിട്ട് പിന്നെ നമ്മുടെ മോട്ടിഫിലോട്ട് അതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ പോയിട്ട് പേപ്പർ കോപ്പി ട്രേസർ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ പേപ്പർ കോപ്പി ട്രേസർ എന്ന് പറഞ്ഞ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോവുക, പേപ്പർ കോപ്പി ട്രേസർ എന്ന് പറഞ്ഞ ആപ്പ് അത് സെർച്ച് ചെയ്ത് ഇതാണ് പേപ്പർ കോപ്പി ആപ്പ് കേട്ടോ. അപ്പോൾ അത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അത് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. മേ ബി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതടക്കം കാണിച്ചു തന്നത്. ഞാൻ ജസ്റ്റ് ആപ്പ് യൂസ് ചെയ്യുന്നത് മാത്രം കാണിച്ചു തരാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ എല്ലാവർക്കും അത് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അതിൽ ഏജ് കൂടിയ ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ കാണിച്ചത്. നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കി അപ്പോൾ വരുന്ന ആ ഒരു മെസ്സേജ് ബോക്സ് അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഫോട്ടോസ് ഇത് അലോ ചെയ്യാനാണ്. അതിൽ നമ്മുടെ നേരെ ഓപ്പൺ ചെയ്ത് വരുന്നത് നമ്മളുടെ ഗാലറിയാണ്. അപ്പോൾ ഗാലറി നമ്മൾ ഡിസൈൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ബോക്സ് വരും. അതിൽ ഓക്കെ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലോക്ക് ചെയ്യാനുള്ള, എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു മെസ്സേജാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ടത്ര എത്രയാണോ നമുക്ക് മീൻസ് ആ ഒരു ഡിസൈൻ എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു അളവിൽ നമ്മൾ സൂം ചെയ്ത് വെച്ചതിന് ശേഷം എത്ര വലുപ്പത്തിലാണ് നമുക്ക് പേപ്പറിലോട്ട് കോപ്പി ചെയ്തെടുക്കേണ്ടത്, ട്രേസ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു അളവിൽ സൂം ചെയ്ത് കറക്റ്റാക്കിയതാ ഇതുപോലെ വെക്കുക കേട്ടോ. വെച്ചതിന് ശേഷം കറക്റ്റാക്കിയിട്ട് നമ്മൾ എവിടെ നിന്നാണോ എടുക്കുന്നത് നോക്കിയിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം താഴെ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന അവിടെ ലോക്ക് എന്നുള്ള ഒരു ഇതുണ്ട്, ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ലോക്ക് എന്നല്ല, ലോക്കിൻ്റെ സിമ്പിളാണ്. ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതവിടെ സ്ക്രീൻ ലോക്കായി. ഇനി എങ്ങോട്ടും അത് നീങ്ങില്ല. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല. ഇനി ആ ഒരു ഫോൺ നമ്മളുടെ പേപ്പർ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീരെ വരയ്ക്കാൻ അറിയാത്തവർക്കുള്ള ഏറ്റവും നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു പേപ്പർ കോപ്പി ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് A4 ഷീറ്റ്, ഞാനിപ്പോൾ ഇതൊരു A4 ഷീറ്റാണ്, അപ്പോൾ നല്ലപോലെ വിസിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കാരണം നല്ലപോലെ വിസിബിൾ ആയിരിക്കും കേട്ടോ ബട്ടർ പേപ്പർ. അപ്പോൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബട്ടർ പേപ്പർ 2 മീറ്ററോ 3 മീറ്ററോ, അത് എത്ര 15 20 രൂപ ഉണ്ടാവുള്ളൂ, 10-15 രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബട്ടർ പേപ്പർ വാങ്ങിയിട്ട് നിങ്ങൾ നമ്മളുടെ മോട്ടിഫിലോട്ട് പകർത്താനായിട്ട് ഓരോരോ എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ആ ഒരു ഡിസൈൻ അതിലോട്ട് പകർത്തിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മോട്ടിഫിലോട്ട് കോപ്പി ചെയ്തെടുക്കുക കേട്ടോ. മോട്ടിഫിലോട്ട് കോപ്പി ചെയ്യുന്ന സമയത്ത് യെല്ലോ കാർബണാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഡിസൈൻ പകർത്തുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ സ്ക്രീനിലുള്ള അത്രയും ഡിസൈൻ നമ്മൾ പേപ്പറിലോട്ട് വരയ്ക്കുക. എവിടെയൊക്കെ ഡിസൈൻ ഉണ്ടോ അതൊക്കെ പേപ്പറിലോട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം ആ ഒരു പേപ്പർ മാറ്റിയിട്ട്
ഫുള്ളായിട്ട് ആ സ്ക്രീനിലുള്ളത് ഫുള്ളായി വരയ്ക്കുക. ശേഷം അത് മാറ്റുക, പേപ്പർ മാറ്റുക. ശേഷം അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ വോളിയം ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വോളിയം ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് നമ്മളുടെ സ്ക്രീനിൽ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്താലാണ് അൺലോക്ക് ആവുള്ളൂ. അൺലോക്ക് ചെയ്തതിന് ശേഷം സൂം ഔട്ടോ സൂമിനോ ചെയ്യരുത്. നേരെ ഡിസൈനെ ഇങ്ങോട്ട് നീക്കുക. നമ്മളുടെ വരച്ചതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് ഒരു സൈഡിലോട്ട് നീക്കുക. ആ ഒരു ഡിസൈൻ, ആ ഒരു സൂം ചെയ്തത് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവണം. അത് സൂം ഔട്ടോ സൂമിനോ ആവരുത്. അപ്പോൾ നമ്മളുടെ ആ ഒരു പിക്ചറിൻ്റെ നമ്മൾ സൂം ചെയ്ത ആ വലിപ്പം മാറിപ്പോവും. അപ്പോൾ അങ്ങനെ തന്നെ ഒരു സൈഡിലോട്ട് നീക്കിയതിന് ശേഷം വീണ്ടും അതിൽ വരുന്ന ആ ഒരു സ്ക്രീനിൽ വരുന്ന ഭാഗം ഒന്ന് വരച്ചെടുക്കുക. അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അൺലോക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സൂമിൽ നിന്ന് മാറ്റാതെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയതിന് ശേഷം എവിടെയൊക്കെയാണോ പിക്ചർ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ആ ഒരു പേപ്പറിലോട്ട് കോപ്പി ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അൺലോക്ക് ചെയ്യുന്നത് വോളിയം ബട്ടണിലാണ്. നിങ്ങൾ സ്ക്രീനിൽ, അതായത് ജസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കുറേ നേരം ടച്ച് ചെയ്ത് നോക്കരുത്. അതായത് അവിടെ കിട്ടില്ല, കാരണം അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളുടെ വോളിയം ബട്ടനാണ് കേട്ടോ. വോളിയം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അൺലോക്ക് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേപ്പർ കോപ്പി ആപ്പ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യാതെ ഇരിക്കരുത്. ഏത് ഡിസൈനും നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്നവർ, ഞാനിത് കുറച്ച് മുന്നേ ഇടേണ്ട വീഡിയോ ആയിരുന്നു, അതായത് ക്ലാസ് തുടങ്ങുന്ന ആ സമയത്ത് ഇടേണ്ട വീഡിയോ ആയിരുന്നു. പക്ഷേ ആരും അങ്ങനെ വരയ്ക്കാൻ അറിയില്ല എന്നുള്ളൊരു ഇത് പറയാത്തത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ വരയ്ക്കാൻ നമുക്ക് വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡിസൈൻ കോപ്പി ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു പേപ്പർ കോപ്പി ആപ്പിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. അതേപോലെ തന്നെ നമ്മൾ പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് വിട്ടു പോകരുത്. സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യുക. ഏത് ഫാബ്രിക് പെയിൻറ്റിനാണെങ്കിലും എംബ്രോയ്ഡറിക്കാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറി ആയിരിക്കും ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും അതിന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. ആവശ്യത്തിന് വേണ്ട സൂം ചെയ്തിട്ട് അതിൽ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ സൂം ഔട്ടോ സൂം ഇന്നോ ചെയ്യാതെ ഇരിക്കുക. അത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോവുക, പേപ്പർ കോപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.